രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് 2024 വലിയ ആഘോഷമായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞാൻ തോറ്റു, എന്നെ തോൽപ്പിച്ചു, കള്ള വോട്ടുണ്ടായി, വോട്ടർ പട്ടികയിൽ തിരിമറി, എന്തെല്ലാം പറഞ്ഞു വരുന്നു. പക്ഷെ ഇത് ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ അറിവ് പോലും ഇല്ലാതെ അല്ലെ അദ്ദേഹത്തിന് കുട പിടിക്കാൻ കേരളത്തിലെ നേതാക്കളും. ഇപ്പോൾ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വോട്ടാണ് പുതുതായി ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചേർത്തിരിക്കുന്നത്. ഇതും ഇനി BJPയുടെ തന്ത്രമായി രാഹുൽ ഗാന്ധി പറയുമോ? ആ പുള്ളിക്കാരന് കാര്യങ്ങളെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. ഇതെല്ലാം പരിശോധിക്കുന്ന ഇലക്ഷൻ കമ്മീഷനുകൊണ്ട് ഈ 100 കോടി പരിശോധിക്കുമെന്നാണോ ഈ മനുഷ്യന്മാർ വിചാരിച്ചിരിക്കുന്നത്? ഒരു എത്തും പിടിയില്ല. ബൂത്തും ബാത്തും തമ്മിലുള്ള വ്യത്യാസം പോലും പുള്ളിക്ക് അറിയില്ല. അങ്ങനെ ബൂത്ത് എന്തെന്നറിയാണ് ഈ ബാത്ത് നടത്തുന്നത് രാഹുൽ ഗാന്ധി. അതെ, തെറ്റായിട്ടുള്ള ധാരണകൾ വെച്ചുകൊണ്ട് ഇത് തന്നെയാണ് ട്രംപിൻ്റെ പ്രശ്നം. യുദ്ധത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം അറിയാതെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ദി ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ലോക മാധ്യമം തന്നെ പറഞ്ഞതാണ്, ആഗോള മാധ്യമം തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അതെല്ലാം പരാജയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് യുക്രൈൻ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത്, ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ അലാസ്കയിൽ വീണ്ടും ചർച്ച ഓഗസ്റ്റ് 15 നടക്കുകയാണ്, അതും പരാജയപ്പെടും. ഒന്നും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് പറയുന്ന ആരാ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആണോ? ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് പറയുന്നത് സംസ്ഥാനം നിയോഗിക്കുന്ന ആൾക്കാരാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇത് പരിശോധിച്ചാൽ തൃണമൂല തലത്തിൽ എന്തെങ്കിലും കുഴപ്പം, തൃണമൂൽ പാർട്ടി ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, താഴെ തട്ടിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതും വിളിച്ചു പറയേണ്ടതും ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏജന്റുമാരാണ്. വെള്ളക്കരണ്ടിയുമായി ജനിച്ച് രാഹുലിന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവരങ്ങൾ അറിയില്ല. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന്റെ ക്രമീകരണങ്ങളാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു 2-3 മാസം വന്ന് നിന്നിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാമായിരുന്നു. ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മണ്ടന്മാരാക്കുന്ന രീതിയിലേക്ക് തള്ളിവിടുന്നത് നിർത്താമായിരുന്നു അല്ലേ? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ പുള്ളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത്തക്കാപ്പൂവും പെറോട്ടയും അങ്ങനെയുള്ള പല ടേസ്റ്റുകളുണ്ട്. ആ ടേസ്റ്റുകൾ എന്തെന്ന് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ അത്രയും തരം താഴാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ നാണക്കേടാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റ രീതികളൊക്കെ വളരെ സ്പഷ്ടവുമാണ്. മാന്യത കൊണ്ട് ആരും പറയാതിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടേസ്റ്റുകളുള്ളൊരു വങ്കൻ, ഒരു പൊങ്കൻ ഇങ്ങനെ നടത്തുന്ന ഈ പ്രസ്ഥാനങ്ങൾ രാജ്യത്തെ വല്ലാതെ നാറ്റിക്കുന്നുണ്ട്. കോൺഗ്രസിനെ മാത്രമല്ല, രാജ്യത്തെയും വല്ലാതെ നാറ്റിക്കുന്നുണ്ടെന്ന് സങ്കടത്തോടു കൂടി പറയുക. ഞാനിപ്പോൾ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് ആ നിലവാരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ നോക്കൂ, സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പുതുക്കുന്നുണ്ട്. അതാരാ നടത്തുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനല്ല, പിന്നെയോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. അതാരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, കേന്ദ്രത്തിൻ്റെ കീഴിലല്ല. അതിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ളത് 29 ലക്ഷത്തിൽ പരം ആൾക്കാരാണ്. 29 ലക്ഷം, പിന്നെ 81,030 പേരാണ് കൃത്യമായിട്ട് അതിലപേക്ഷിച്ചിരിക്കുന്നത്. എന്തിന്? പുതുതായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിപ്പം, നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം, ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും രാഹുൽ ഗാന്ധിക്കില്ലെന്ന്. രാഹുൽ ഗാന്ധി അവിടെ 40,000 1 ലക്ഷത്തിന്റെ കണക്കാണ് പറയുന്നത്. ഇവിടെ നടക്കുന്ന ഒരു കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ 29 ലക്ഷം പേരാണ് വന്നിട്ടുള്ളത്, പുതുതായിട്ട് ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പ്രവാസികളായിട്ടുള്ള 5,595 പേര്. വേണമെങ്കിൽ ഇദ്ദേഹത്തെ രാഹുൽ ഗാന്ധി വേണമെങ്കിൽ പറയും, ഇവിടെ ഇല്ലാത്ത ആൾക്കാരാ, അബുദാബിയിലുള്ള ആൾക്കാർ ഈ പട്ടികയിൽ ചേർന്നിരിക്കുന്നു. ഇതുപോലുള്ള വങ്കത്വങ്ങളാണെന്ന് ഈ മനുഷ്യൻ. ഇത് ഏറ്റുപിടിക്കാൻ മാപ്രകൾ, ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എന്ന് വ്യത്യസ്തമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനെപ്പറ്റി പോലും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും അവർക്കില്ല. എന്ന് മാത്രമല്ല, ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒന്നാണ്. അപ്പോൾ ഈ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് കർണാടകത്തിലും ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി പറയും ഇവരെല്ലാം കള്ള വോട്ടർമാരാണെന്ന് പറയും. പറഞ്ഞോട്ടെ, ഞാനീ പറയുന്നത് മഹാദേവപുരത്ത് ബൂത്ത് ഓഫീസർമാരുണ്ട്. അപ്പോൾ ഇത് പട്ടികയിൽ പിന്നെ വോട്ടർമാരല്ലാത്തവരുടെ പേര് ആ ലിസ്റ്റിലുണ്ടെങ്കിൽ
എല്ലാം കൂടെ പരിശോധിക്കാൻ അവർക്കും പറ്റില്ല. ഓരോ ബൂത്തിലുമുള്ള വോട്ടർമാർ തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞും ചോദിച്ചും മാറ്റേണ്ടതിന് അപേക്ഷ കൊടുക്കാൻ പറയേണ്ടതും അവർ തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ താമസമില്ല, നിങ്ങൾ വോട്ട് മാറ്റിക്കോളൂ, ഞങ്ങൾ വെട്ടാൻ പോവുകയാണെന്ന് പറയാനുള്ള അധികാരം ബൂത്ത് ലെവൽ ഓഫീസർമാർ. അവരാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നു? സംസ്ഥാന ഗവൺമെൻറ്. കർണാടകത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ആരുടെയാണ്? കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ കുറ്റം ആരുടെയാണ്? കോൺഗ്രസിൻ്റെയാണ്. ഇയാളെന്തിനായി പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ചെന്ന് പ്രകടനം നടത്തുന്നത്, പ്രതിഷേധം നടത്തുന്നത്? അപ്പോൾ കാര്യവിവരം ഇല്ലാത്തതുകൊണ്ടല്ലേ. അതിനെന്തിനാണ് ഈ കാര്യവിവരം ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന CPM-കാർ കൂട്ടി നിൽക്കുന്നത്? അതിനെന്തിനാ മാതൃഭൂമി, മനോരമ അവരുടെ ഒബ്സഷനായിരിക്കുകയാണിത്. ഈ വിഡ്ഢിത്ത സത്യാനന്തര കാലത്ത് നിങ്ങൾ വ്യാജത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷേ ഈ വിഡ്ഢിത്തത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇനി മറുപടിയാണെങ്കിൽ നിങ്ങൾ പോട്ടെ, താൻ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, സത്യമാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഈ നടത്തുന്ന നാടകത്തിന് പിന്നിലുള്ള ആരോപണം 100% ശരിയാണ്, അവിടെ കള്ള വോട്ടർമാരെ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ, അത് പറയണ്ട, അത് അവർ തമ്മിൽ കൊല്യൂഷനാണെന്നല്ലോ പറഞ്ഞു, വേണ്ട, അത് പറയണ്ട. ശരി, നിങ്ങൾ ഇന്ന പട്ടികയിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ഞാൻ കണ്ടിരിക്കുന്നു, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഈ അന്ന് ആറ്റം ബോംബെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ എഴുതി ഞാൻ ഇത് തിരുത്തലിനായി സമർപ്പിക്കുന്നു. ഇന്ത്യൻ പൗരന് അപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്മേൽ നടപടിയെടുക്കും. പക്ഷേ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല രാഹുൽ ഗാന്ധി? താൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമില്ല. ഇത് കള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പിന്നെ 6 വർഷത്തേക്ക് ഇയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. പറഞ്ഞ കാര്യങ്ങളിൽ ഇടയ്ക്ക് അയോഗ്യനാക്കിയിരുന്നു. അതെ, ഈ മോദി സമുദായത്തെ അപമാനിച്ചെന്നു. ഇപ്പോൾ വരാൻ പോകുന്നത്, ഇത് വ്യാജമാണെന്ന് ബോധ്യമായാൽ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. ഇതിപ്പോൾ ഇയാൾക്ക് വ്യാജമാണെന്ന് വിചാരിച്ചല്ലായിരിക്കും, പക്ഷേ സംശയമുണ്ട് ഇയാൾക്ക് തന്നെ. ഞാൻ കൊടുത്തത് സത്യമാണോ എന്ന് സംശയമുണ്ട്. 100% ബോധ്യമില്ലാത്ത കാര്യം കൊണ്ടാണ് അയാൾ അവിടെ ഗലാട്ട നടത്തുന്നത്. ഇത് നിരുത്തരവാദിത്തപരമാണ്. പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഭരിക്കാൻ ഇതിൽ വേറെ തമാശയുണ്ട്. ഈ തൃശ്ശൂരിലെ പ്രതാപന്റെ ധൈര്യം പോലും രാഹുൽ ഗാന്ധിക്കില്ല. ഇന്നലെ പ്രതാപൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപിക്കെതിരെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറി നടത്തിയതായി. ആ ധൈര്യം പോലും രാഹുൽ ഗാന്ധിക്കില്ല. അത്രയും ധൈര്യം അയാൾ കാട്ടി. എന്നിട്ട് ഇയാൾ പറഞ്ഞത് എന്താ? എൻ്റെ കുടുംബം എന്നെ പഠിച്ചത് ഭീരുക്കളെ വെറുതെ വിടുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭീരുവല്ല. അവരാദ്യം തന്നെ പറഞ്ഞു ഒപ്പിട്ട് തരും, സത്യവാങ്മൂലം ഒപ്പിട്ട് തരും. അല്ലാതെ ഇത്രയും പേരെ പ്രായോഗികമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? എന്തെല്ലാം പണികളുള്ളതാണ്. അവരിവിടെ വന്ന് ഓരോ വോട്ടർമാർ രാഹുൽ പറഞ്ഞ ഇയാൾക്ക് കുടുംബമുണ്ടോ, ഇയാളുടെ വീട് ഇവിടെ ആണോ, ഇവിടെ അംഗങ്ങൾ എത്ര ഉണ്ട്? അതുപോലെ രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു വീട്ടിൽ 80 പേരൊക്കെ ഉണ്ടെന്നാണ്. അങ്ങനെ വരും. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ മഠമാണെങ്കിൽ ഒരു 80 അല്ല 80 കൂടുതൽ കാണും. ചില മുസ്ലിങ്ങളുടെ ഭവനങ്ങളാണെങ്കിൽ അതിലും ചിലപ്പോൾ കൂടുതൽ കാണും. കാരണം അവിടെ കുട്ടികളുടെ എണ്ണത്തിന് യാതൊരു ലിമിറ്റുമില്ല. 10ഉം 14ഉം കുട്ടികളാണ് ഓരോ കുട്ടികളും ഓരോ ഭാര്യയും പ്രസവിക്കുന്നത്. ഒരാൾക്കാണെങ്കിൽ 3 ഭാര്യമാർ വരെ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുണ്ട്. ഉത്തരേന്ത്യൻ യാഥാർത്ഥ്യങ്ങളാണിത്. ഇതാണ് സച്ചാർ കമ്മീഷൻ കണ്ടത്. അതിനാണ് പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് നടപ്പാക്കിയത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവുമില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ 29,000 പേര് പുതുതായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ബീഹാറിലും സംഭവം ഉണ്ടായിട്ട് സമാനമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വോട്ടിന് അപേക്ഷിച്ചിരിക്കുന്നത്. എവിടുന്ന്? സമസ്തിപൂർ നമുക്കറിയാമല്ലോ. ജോർജ് ഫെർണാണ്ടസിനെ ജയിലിൽ പിടിച്ചിട്ട കേസാണ്, ബോംബ് സ്ഫോടന കേസിൽ. സമസ്തിപൂർ എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ജോർജ് ഫെർണാണ്ടസുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ സമരകാലത്ത് സ്ഫോടനം നടന്ന സ്ഥലം. അവിടത്തേക്ക് അപേക്ഷിച്ചിരിക്കുന്നു പൗരത്വത്തിന്. പിന്നെ കാക്ക, പൂച്ച ഇതെല്ലാം പൗരത്വത്തിന് അപേക്ഷിച്ചിരിക്കുന്നു. അതുപോലെ ഇതിൽ വ്യാജമായിട്ട് ഒരുപാട് കാണും. ഇതാരാ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കേണ്ട? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. അതാരുടെ കീഴില്ല? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഷാജഹാനാണ്. അപ്പോൾ അദ്ദേഹം ഇത് പരിശോധിച്ചിട്ട് അന്തിമ പട്ടിക ഈ മാസം 30-ാം തീയതി പ്രസിദ്ധം ചെയ്യും. അത് പ്രസിദ്ധം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കാം. അപ്പോഴും തിരുത്തൽ വരും. അത് അന്തിമമോ ആത്യന്തികമോ ഒന്നുമല്ല. ഇതൊന്നും ചെയ്യാതെ ഇത്രയും സമയം കിട്ടിയിട്ടും അലസമായിട്ടിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ട് മോദിയുടെ ഖ്യാതി ഇങ്ങനെ ഉയർന്നുയർന്ന് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു കണ്ടപ്പോൾ ഇനി അടുത്ത തവണ ഇവൻ തന്നെ വരുമല്ലോ പ്രധാനമന്ത്രിയാവാൻ എന്നുള്ള ഒരു നൊമ്പരത്തിലും അമ്പരപ്പിലും നടത്തുന്ന ജലാട്ടകളാണ്, നാടകങ്ങളാണ് ഇതെല്ലാം. ഇവർക്കെല്ലാം അറിയാം ഇനി മോദി തന്നെ തിരിച്ചു വരും. ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവയും ഒക്കെ ആയപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നുള്ള പേടി, അതിൽ നിന്ന് ആവിർഭവിക്കുന്ന ചില അങ്കലാപ്പുകളും അന്താളിപ്പുകളുമാണ് നമ്മളിപ്പോൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.